എടാ മോനെ ഇന്നത്തെ പരിപാടി ഈ പടുകൂറ്റൻ പനയുടെ മേളിൽ കയറിയിട്ട് നമ്മളിന്ന് നൊങ്ക് വെട്ടിയിട്ടിട്ട് നൊങ്ക് സർബത്ത് ഉണ്ടാക്കാൻ വേണ്ടി പോയാണ്. അപ്പോൾ നേരത്തെ നമ്മുടെ പനയുടെ പകുതി ദൂരം എത്തിയിട്ടുണ്ട്. നമ്മുടെ തെങ്ങേറുന്ന മെഷീൻ ഉപയോഗിച്ചിട്ടാണ് മേളിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ നൊങ്ക് ഇതിൻ്റെ മേളിൽ ഇങ്ങനെ വിളഞ്ഞ് നിൽപ്പുണ്ട്. അപ്പോൾ ഇതിന് നേരെ അങ്ങോട്ട് കട്ട് ചെയ്ത് താഴോട്ടിടുക. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ആക്സ് ഇരിപ്പുണ്ട്, നല്ല ഉയരമുള്ള പനയാണ്. അപ്പോൾ വേറെ ഒന്നും നോക്കില്ല, നേരെ ആക്സ് എടുക്കുന്നു, ഓരോന്നോരോന്നായിട്ട് ഞാൻ അങ്ങ് അറുത്തങ്ങ് താഴോട്ടിടുകയാണ് കേട്ടോ. അപ്പോൾ പറ ഒരുപാട് കൊലകളുണ്ടായിരുന്നു. അപ്പോൾ അറുത്തിടാൻ പിന്നെ ഒരുപാട് സമയമൊന്നും വേണ്ടി വന്നിട്ടില്ല. ആക്സ് ആകുമ്പോൾ കുറച്ചുകൂടെ ഈസിയാണ്, അതുകൊണ്ട് ആക്സയ്ക്ക് തന്നെയാണ് ഞങ്ങൾ അറുത്ത് മിക്ക സാധനങ്ങളും താഴോട്ടിട്ടത്. അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ താഴോട്ടിട്ട് കഴിഞ്ഞാൽ വേറെ പരിപാടി വേറെ ഒന്നുമില്ല. അപ്പം നല്ല ഉയരമുള്ളത് കൊണ്ട് താഴോട്ടിടുന്ന ഒരു സീനോട് കാണിച്ചിട്ട് നമുക്ക് നേരെ താഴെ പോയിട്ട് ഇനി നേരെ വെട്ടാം. അപ്പോൾ നമ്മുടെ നേരെ പനയുടെ മേളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി നേരെ നൊങ്ക് വെട്ടാനായിട്ട് എടുത്തു. അപ്പോൾ നൊങ്കിനെ അങ്ങോട്ട് ആദ്യം വെട്ടിയിട്ട് ഈ വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിലോട്ട് ഇങ്ങനെ ഒരു വിരലൊക്കെ ഇട്ടിട്ട് എടുത്ത് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം നേരെ ഒന്നും നോക്കില്ല, നമ്മുടെ ഐസേപ്പിൾ നേരെ അങ്ങോട്ട് വായിലോട്ട് എടുത്ത് വെച്ച് കഴിച്ചു നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഈ നൊങ്കിനടുത്ത് വെട്ടി ഒരു പാത്രത്തിലോട്ട് ഇട്ടതിന് ശേഷം അതിലോട്ട് കുറച്ച് കസ്കസും അതിലോട്ട് കുറച്ച് സർബത്ത് കൂടെ അങ്ങോട്ട് ഒഴിച്ച പിന്നെ നമ്മുടെ എന്താ പറയുക നൊങ്ക് സർബത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നേരെ നൊങ്ക് സർബത്ത് നേരെ ഒരു ഗ്ലാസ്സിലോട്ട് അങ്ങോട്ട് പകർന്നൊഴിച്ചാൽ പിന്നെ ഒരു നൊങ്കുണ്ട്. ഈ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ ഒരു കിടിലം സാധനമാണ് ഈ നൊങ്ക് സർബത്ത്. അപ്പം നേരെ നമ്മൾ അങ്ങ് ട്രൈ ചെയ്തു, കിടിലം ഐറ്റം ആയിരുന്നു. അപ്പോൾ അടുത്ത് നല്ലൊരു കിടിലം വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.